എവ്രിവൺ നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് വീണ്ടും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചതാണ്, ബേർഡ്സിനെ കുറിച്ചിട്ട് പറയൂ, കിളിക്കുട്ടികളൊക്കെ എന്ത് പറയണമെന്ന്. ഭയങ്കര വിശപ്പോട് കൂടിയിട്ട് പോകുന്ന 3 മക്കളാണ് ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം രാവിലെയും വൈകുന്നേരവുമാണ് നമ്മൾ അവർക്ക് ടോപ്പിംഗ് കൊടുക്കുന്നത്. അമ്മയ്ക്കും അച്ഛനും എത്തി വരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 പേര് ഈ ഒരു സമ്മറിൽ ഒരു 48-50 ഡിഗ്രിയിൽ ഇവരെ നോക്കുക എന്ന് പറയുന്നത്, ഇവർക്ക് സാധനങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത്, അവരും തളർന്നു പോവുകയാണ്. സോ രാവിലെ നമ്മൾ റിയോ എന്ന് പറയുന്ന ഒരു ഹാൻഡ് ഫീഡിങ് ഫുഡും വൈകുന്നേരം നമ്മൾ നെക്ടറുമാണ് കൊടുക്കുന്നത്. ഹണി നെക്ടറാണ് കൊടുക്കുന്നത്, സ്വീറ്റ് നെക്ടർ. അപ്പോൾ ഇത് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഓരോരുത്തരെയും എടുത്ത് അവർക്ക് വേണ്ട ക്വാണ്ടിറ്റി കൊടുക്കുകയാണ് ചെയ്യുക. ഇതാണ് റിയോ എന്ന് പറയുന്ന ബേർഡ്സിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ഹാൻഡ് ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെറിലാക്ക് പോലുള്ള ഒരു പൊടിയാണ് കേട്ടുള്ളൂ. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഏകദേശം ഒരു 1-1.5 hours 2 hours അവർ സുഖമായിട്ട് മിണ്ടാണ്ടിരിക്കും. ആ സമയം കൊണ്ട് പാരൻസിന് കുറച്ച് ഫുഡ് കളക്ട് ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് രാവിലെ നേരത്ത് കൊടുക്കുന്നതാണ് റിയോ ഫുഡ്. വൈകുന്നേരം നേരത്ത് കൊടുക്കുന്നതാണ് പഞ്ചസാരയുടെ നെക്ടറിൻ കൊടുക്കുന്നത്. അപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ എങ്ങനെയാണോ കുട്ടികൾക്കൊക്കെ സെറിലാക്ക് കലക്കുക, അതുപോലെയാണ് കലക്കുന്നത്. അപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ എന്ത് കൺസിസ്റ്റൻസി വേണം എന്നുള്ളത് ആ ബോക്സിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ പ്രായം കൂടുന്തോറും, ദിവസങ്ങൾ കൂടുന്തോറും ഈ ഫുഡിൻ്റെ കട്ടി കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചെല്ലാത്തതിന് മുമ്പ് വായും തുറന്നിട്ട് വരും. ബിക്കോസ് അവർക്കും അത് എത്തി വരുന്നില്ല, അവർക്കും മതിയാവുന്നില്ല, വിശപ്പും മതിയാവുന്നില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിന് ഒരാളും അനക്കും ഇല്ലാത്ത പോലെ സുഖമായി കിടന്നു ും അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മക്കിളി എൻ്റെ തോളത്തുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛൻ വന്നിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് നോക്കും, മക്കളൊക്കെ ഒന്ന് സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് നോക്കി എല്ലാം ഉറങ്ങണമെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൂവായി. എന്നുവെച്ചാൽ അവർക്ക് ഫുഡ് കളക്ട് ചെയ്ത് അവരുടെ ഇത് കറക്റ്റായിട്ട് വരാൻ കുറച്ച് സമയമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഫുൾ ടൈം നമ്മൾ പറ്റാതെ അവരിങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമ്മൾ ആ 3 എണ്ണത്തിനെ വെച്ചിട്ടുള്ള കഷ്ടപ്പാട് നമുക്കത് സഹിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ടോപ്പേഴ്സ് കൊടുക്കുന്നത്. അവർക്കും ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവരായിട്ടുള്ള അടുപ്പം എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കിളികളുടെ വിശേഷം അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് വീഗൻ സീരീസ്. വീഗൻ ഫുഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപാട് പേര് നിങ്ങളും വീഗൻ ആയിരിക്കും അല്ലേ? അതായത് വെജിറ്റേറിയൻ വേറെ, വീഗൻ വേറെ. വീഗൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് വീഗൻ. ഓക്കെ, വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പനീർ കഴിക്കും, നമ്മൾ തൈര്, പാല് അതൊക്കെ കഴിക്കും. നേരെ മറിച്ച് വീഗൻ ഉള്ള ആൾക്കാർ ഒരിക്കലും എന്താണ് അങ്ങനെയുള്ള പ്രോഡക്ട്സ് കഴിക്കില്ല. പാല് എന്ന് പറയുന്നത് അനിമൽ നിന്ന് വരുന്നതല്ലേ, അപ്പോൾ പശു എന്ന് വരുന്നതാണ്. അങ്ങനെയുള്ളത് കഴിക്കില്ല. പാല് അവർ ആൽമണ്ട് മിൽക്കൊക്കെ കുടിക്കുള്ളൂ. അതേമാതിരി തന്നെ തൈര് എന്ന് പറയുന്നത് ആൽമണ്ടിൻ്റെ ഇത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്കുള്ള ഫുഡുകളാണ് ഈ വീഗൻ എന്ന് പറയുന്ന ആൾക്കാർ ഓപ്റ്റ് ചെയ്തവർ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് വിനീസ് കിച്ചണിൽ ഒരാഴ്ചത്തേക്ക്, അതായത് മൺഡേ ടു ഫ്രൈഡേ നമ്മളുടെ അടുത്ത് വീഗൻ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർക്കൊരു മെയിൻ കോഴ്സ്, ഒരു കറി ആൻഡ് എ സാലഡ്, ഇതാണ് ഞാൻ ക്യൂറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞത് എന്തായിരുന്നെന്ന് വെച്ചാൽ, ഒന്ന് വ്യത്യാസമായിട്ടുള്ള രീതിയിൽ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ വീഗൻ ഒന്ന് ആക്കാൻ പറ്റുമോ എന്നാണ് നമുക്കൊരു ടാർഗറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. സോ വീഗൻ എന്ന് പറയുമ്പോൾ തന്നെ പൊതുവേ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എന്തൊക്കെ തന്നെ ഉണ്ട് ഓപ്ഷൻ, ഒരു ഓപ്ഷനും ഇല്ല, അത് ഭയങ്കര ബോറിംഗ് ആണ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല, നമ്മൾ ശരിക്കും അതിനെക്കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം നിങ്ങൾ കണ്ടത് തായ് റെഡ് കറി, അതിൽ ഒരുപാട് വെജിറ്റബിൾസും ടോഫും എല്ലാം ഇട്ടത്. അതേമാതിരി തന്നെ വീഗൻ മയോണൈസ് ഇട്ടിട്ടുള്ള രീതിയിലുള്ള പൊട്ടാറ്റോ ക്യൂക്കുംബർ കറി, അതേമാതിരി പ്ലെയിൻ ബാസ്മതി ജാസ്മിൻ റൈസ്, ഇതാണ് അവർക്ക് വേണ്ടിയിരുന്നത്. ഡിന്നറിനാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അതേമാതിരി തന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ കൊടുത്തിരുന്നത് മഷ്റൂം ലാർബ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ലാബ്സൊക്കെ പൊതുവേ വന്നിട്ട് ചിക്കൻ മട്ടണിലൊക്കെയാണ് ചെയ്യുക. അത് നമുക്ക് മഷ്റൂമിലും അതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ എഫക്റ്റ് കിട്ടും. ലാബ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഒത്തൻറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നത് അരിയും
അതേമാതിരി തന്നെ എള്ളും കൂടിയിട്ട് വറുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഉമാമി ഫ്ലേവറോട് കൂടിയിട്ട് ഉണ്ടാവുന്ന ഒരു കറിയാണ്. അത്ര പെട്ടെന്ന് അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയല്ല ലാബ്സ് പെട്ടെന്ന്. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ക്വിസീൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാബ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ ഒരു ഉമാമി ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ പലതരം മഷ്റൂംസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനോക്കി എടുത്തിട്ടുണ്ടായിരുന്നു, സാധാരണ എന്താണ് പറയുക ബ്രൗൺ മഷ്റൂംസ്, വൈറ്റ് മഷ്റൂംസ്, അതേമാതിരി തന്നെ മറ്റേ ഓയിസ്റ്റർ മഷ്റൂംസ്, അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ലാബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പലതരം പ്രോട്ടീൻസാണ് കിട്ടുന്നത്. അപ്പോൾ വീഗൻ ആണെന്ന് പറഞ്ഞിട്ട് ബോറടിക്കാതെ നമ്മൾ നല്ല വെറൈറ്റി ഫുഡാണ് വിനീസ് കിച്ചണിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് എന്താണ് പറയുക ഡയറ്റ് ഫുഡിന് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ബോറടിക്കാതെ തരുമോ വിനി എന്ന്. അതേമാതിരി തന്നെയാണ് വീഗനിലും എനിക്ക് ഡിമാൻഡ്സ് വരാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വരുന്ന സമയത്താണ് നമ്മൾ മെനു ക്യൂറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബിക്കോസ് പെട്ടെന്ന് തന്നെ മടുപ്പ് വരുന്ന ഒരു സംഗതിയാണ് ഇതെല്ലാം. എന്ത് കഴിക്കണ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഭയങ്കരമായിട്ട് ബോറടിക്കും. നേരെ മറിച്ച് ഓരോ ദിവസവും വളരെ വ്യത്യാസമായിട്ടുള്ളൊരു ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എടുക്കുന്ന ആ ഒരു എഫേർട്ട് അതുമാത്രമല്ല നിങ്ങളൊന്നും തന്നെ മിസ്സാവുന്നില്ല. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നോക്കൂ, ജീര റൈസ്, മഷ്റൂം ലാബ്, അതേമാതിരി തന്നെ നല്ലൊരു സാലഡ്. ഓക്കെ, ഇതിപ്പോൾ കെയില്, മറ്റേ നമ്മുടെ കടല, പലതരം എന്താണ് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ചെറി ടൊമാറ്റോസ്, ഇതെല്ലാം കൂടിയിട്ടിട്ടുള്ള ഒരു അടിപൊളി സാലഡ്. ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾക്ക് ഒരു ഡിന്നറാണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ബോറടിക്കുന്ന പ്രശ്നമില്ല അല്ലേ. അപ്പോൾ നമ്മൾ അതുപോലെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ക്ലയൻസിനൊക്കെ. നിങ്ങൾക്കും ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വീഗൻ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ല വീഗൻ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യൂ. എന്തെങ്കിലും എന്നെക്കൊണ്ട് സഹായം വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇതിലത്തെ ഏതെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്തായാലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇടാം. ഓക്കെ, അടുത്ത ഓരോ ദിവസം നമ്മൾ പോകും തോറും അതാത് സമയത്തുള്ളത് നമ്മൾ ടിക്ക് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് സ്ക്രാമ്പിൾഡ് ബേസിൽ ടോഫു ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ബേസിൽ എന്ന് പറയുന്ന ആ ഇല, അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള ടോഫു സ്ക്രാമ്പിൾ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് പറയുക, ഇത് എങ്ങനെയാണ് ഇരുന്ന് ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ച് ഇതെങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അവർക്ക് എന്തിനോടാണ് താല്പര്യം, അവരുടെ സ്പൈസ് ലെവൽ എത്രയാണ്, അവർക്ക് എന്തിനോടാണ് താല്പര്യം, അവർക്ക് എല്ലാ ഫുഡും ഓക്കെ ആണോ, അതോ അവർക്ക് എന്താണ് പറയുക അവർ വീഗൻ ആവുന്നതിന് മുമ്പ് അവർ എന്താണ് കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്, അതിനെ തന്നെ അങ്ങനെ വീഗനായിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മളൊരു ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരാൾക്ക് ചാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗാർലിക് ബ്രോക്കലി സോട്ടേ, അതേമാതിരി തന്നെ ഒരു വീഗൻ പാസ്ത, അതായത് വീറ്റ് പാസ്തയിൽ നാരങ്ങ ഇട്ടിട്ടുള്ള ലെമൺ സെസ്റ്റോട് കൂടിയിട്ട് വരുന്ന ഒരു സോസി ആയിട്ടുള്ള രീതിയിലുള്ള പാസ്തയൊക്കെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഒരു രീതിയിൽ നമ്മൾ ഒരാൾക്ക് നമ്മളൊരു ഡയറ്റ് ഫുഡായാലും ഇല്ലെങ്കിൽ ഒരു വീഗനായിട്ടുള്ള രീതിയിൽ ഇല്ലെങ്കിൽ വേറെ എന്ത് തന്നെ ആയിക്കോട്ടെ, വിനീസ് കിച്ചണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് ഹോം കുക്ക്ഡ് ആണ്. അതൊരു മയനൈസ് ആണെങ്കിൽ പോലും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കുന്ന മയനൈസാണ്, അത് വീഗൻ മയനൈസാണ്. അപ്പോൾ നമ്മളൊരു വീഗൻ മയനൈസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ അതിനെ നോക്കിയിട്ട് ആ മയനൈസ് എത്ര നല്ല രീതിയിലാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോം കുക്ക്ഡ് ഫുഡാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവിടെ ഹോം കുക്ക്ഡ് ആയിരിക്കണം. പിന്നെ അവിടുന്ന് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. സോ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് അമേസിങ് ഫീഡ്ബാക്ക് ആയിരുന്നു. ഓരോ ദിവസവും എനിക്കിങ്ങനെ ഫീഡ്ബാക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ക്ലയൻസിൻ്റെ അടുത്തുനിന്ന്. ലൈക്ക് വിനി ഇത്രയും സൂപ്പറായിട്ടുള്ള രീതിയിൽ വീഗൻ ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല എന്നുള്ള രീതിയിൽ. സത്യം പറയാലോ, എനിക്ക് വീഗൻ എപ്പിസോഡ്സിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഞാൻ വീഗൻ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണിത്. അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ, അടിപൊളിയാണ്. വീഗൻ മയനൈസിൻ്റെ കുക്കുംബർ സാലഡ് ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സാലഡാണെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ്
അതിൻ്റെ ഒരു കാഷ്യൂനട്ടിൽ ഉണ്ടാക്കുന്ന മയണൈസ് പല വിധത്തിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീഗണിൽ. ഓക്കെ, ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ അങ്ങനെ ഓരോന്നായിട്ടുള്ള രീതിയിൽ നമ്മൾ ടിക്ക് ചെയ്ത് പോയി. ആൻഡ് ആ ഒരു ഫാമിലിയിൽ 3 പേര് മാത്രമായിരുന്നു വീഗൻ ശരിക്കും. അതുകൊണ്ട് അവർക്ക് വേണ്ട ഒരു ഫുഡ് മാത്രമായിരുന്നു നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ രുചി കാരണം കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും അന്നത്തെ ഓരോ ദിവസം കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്കിൽ പറയുകയും ചെയ്തു, ലൈക്ക് വിനി അമ്മ കഴിക്കാൻ തുടങ്ങി, ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെയും വീഗൺ ഉണ്ടാക്കാമല്ലേ എന്നുള്ള രീതിയിലൊക്കെ. ഇപ്പോൾ ഇത് നോക്കൂ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സാധാരണ പോലെയുള്ള നമ്മുടെ ഗ്രീൻ പീസ് പനീർ കറിയില്ലേ, ആ കറീനെ തന്നെ ടോഫു വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സെയിം സംഭവം തന്നെയാണ്, നിറയെ ടോഫു വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആ ടോഫു എന്ന് പറയുന്ന സമയത്ത് പല വിധത്തിലുള്ള ടോഫു ഉണ്ട്. ആൾക്കാർ പലവിടെയും കൺഫ്യൂഷൻ ആവുന്നത് അവിടെയാണ്. സിൽക്കൺ ടോഫു വാങ്ങിയിട്ട് കറിയിലിട്ട് കഴിഞ്ഞാൽ കറി മുഴുവൻ അലിഞ്ഞു പോകുന്ന പോലെയാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഒരു മീഡിയം ഫേം ആയിട്ടുള്ള ടോഫു ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ മീഡിയം ഫേമിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പനീർ പോലെ തന്നെ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അറിയിക്കൂ. ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണ് മാർക്കറ്റിൽ പോയിട്ട് ഇതൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വീഗൻ സോസേജ് ആണ്. ഓക്കെ, അപ്പോൾ വീഗൻ സോസേജ് നമുക്ക് മഷ്റൂം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പല വിധത്തിലും നമുക്ക് അതേ ബേസിൽ അതേ പ്രോട്ടീൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് മഷ്റൂമും അതേമാതിരി തന്നെ നമ്മുടെ മീൽ മേക്കർ ഇല്ലേ, സോയ, അതും കൊണ്ട് ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സോസേജാണ്. ഷേപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നല്ലാതെ ആ പെർഫെക്റ്റ് ആയിട്ട് മെഷീൻ കട്ട് ഷേപ്പൊന്നും എന്തായാലും പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ കയ്യിൽ ഉരുട്ടണതല്ലേ. അപ്പോൾ അത് പക്ഷേ ടെക്സ്ചർ കറക്റ്റായിരിക്കും, ഫ്ലേവർ കറക്റ്റായിരിക്കും. നമുക്ക് എന്ത് ഫ്ലേവർ വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീഗൻ സോസേജ് ഉണ്ടാക്കുന്നത്. ഇനി ഈ സോസേജ് മാത്രമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം. ഞാൻ അതിനെ ശരിക്കും പറഞ്ഞാൽ ഇറച്ചിക്കറി പോലെ ആക്കി. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഞാൻ ഇടിയാപ്പമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇറച്ചിക്കറി പോലെ അത് ആക്കി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. പിന്നെ അന്നത്തെ ദിവസം കൊടുത്തിരുന്ന സാലഡ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ബീൻ സാലഡാണ്. ബ്ലാക്ക് ബീൻസ് എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് തലേദിവസം തന്നെ കുതിർത്ത് അതിനെ വേവിച്ച് അതേമാതിരി തന്നെ അതിൻ്റെ കൂടെ നമ്മൾ സ്വീറ്റ് പൊട്ടേറ്റോ, മധുരക്കിഴങ്ങ്, ആ പൊട്ടേറ്റോ ഒക്കെ ഇട്ട് ക്യാപ്സിക്കം, കുക്കുംബർ എല്ലാം ഇട്ട് അങ്ങനെയുള്ള ഒരു സാലഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സോസേജിനെ തന്നെ നമുക്ക് ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു നമ്മുടെ ഇടിയാപ്പത്തിന് കഴിക്കാൻ പാകത്തിനുള്ള ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രിയേറ്റിവിറ്റി. അതേമാതിരി സാലഡിനുള്ള ഡ്രസ്സിങ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് സിലാൻട്രോ, ഒലിവ് ഓയിൽ, അതേമാതിരി തന്നെ ലെമണൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാലഡ് ഡ്രസ്സിങ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആരെങ്കിലും വീഗൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലത്തെ ഏതെങ്കിലും റെസിപ്പി ഇൻഡിവിജ്വലായിട്ട് വിനി കാണിക്കൂ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അറിയിക്കൂ. നമ്മൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഗൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങളുടെ മീൽ ബോറിംഗ് ആവാത്ത രീതിയിലുള്ള പല റെസിപ്പീസ് എന്തായാലും ഒരു ഷെഫ് എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഡെഫിനറ്റ്ലി എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ട്. കമൻറ്റ് ഇട്ടാൽ മതി. ഷുവറായിട്ട് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസ് നമ്മൾ വിനീസ് കിച്ചണിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് വീഗൻ വിശേഷങ്ങൾ. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക് എന്ന് പറയും. വീഗൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. യെസ്, അഡ്മിറ്റ് ചെയ്യുന്നു ഞാൻ, അതൊരു ഈസി ടാസ്ക് അല്ല. പക്ഷേ ഒരിക്കലും അതൊരു ബോറിംഗ് അല്ല. ആ സീരീസ് ഒരിക്കലും ബോറിംഗ് അല്ല. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കൂ. ഷുവറായിട്ട് ഞാൻ കാണിച്ചു തരാം.